ബിസ്മില്ല അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ല അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരൻ, യുക്തിവാദികളുടെ യുക്തിരാഹിത്യത്തെ കുറിച്ച് സംസാരിക്കാന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് യുക്തിവാദികളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ നിരീശ്വര മതക്കാരായിട്ടുള്ള ആളുകൾ അവർ സ്വയം പരിചയപ്പെടുത്തുക, അവരെ കുറിച്ചിട്ട് ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ റാഷണൽ ഡിസൈപ്പിൾസ് ആണ്, അല്ലെങ്കിൽ റാഷണലി ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ്. വാസ്തവത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇവർ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ യുക്തി ലെവലേഷൻ തീണ്ടിയിട്ടില്ല എന്നുള്ളത് ഇവരെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാം എന്നാണെന്ന് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. നമ്മളോട് സംസാരിക്കാൻ വരുന്ന ഏത്യസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ, ചില ആൾക്കാർ പറയും ഞങ്ങൾ ഏത്യസ്റ്റുകളാണ്, ഞങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. കമന്റിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കുറെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏത്യസ്റ്റ് ഏത്യസ്റ്റ്, ഐ എം ബ്ലഡി ഏത്യസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നേരിട്ട് സംസാരിക്ക് വരുന്ന സമയത്ത് ഇവരുടെ ആ ഏത്യസം എന്ന് പറയുന്ന ഏറ്റവും അവരെ പറഞ്ഞിറക്കുന്ന ഒരു ഐഡിയോളജി, അതിനെ പോലും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾ ഏത്യസ്റ്റ് ആണെന്ന് ചോദിക്കും, പറയുമ്പോൾ നിങ്ങൾ ഏത്യസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നിങ്ങളൊരു അന്ധവിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദൈവം ഇല്ല എന്ന ക്ലൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ അതിന്റെ എന്ത് തെളിവാണുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ തെളിവ് തരാൻ അവർ തയ്യാറാകുന്നില്ല. അത് ഒരു വിരോധാഭാസമാണ്. കാരണം ഞങ്ങൾ അന്ധവിശ്വാസികളല്ല എന്ന് പറഞ്ഞവർ നടത്തുന്ന ആൾക്കാരെന്നെ പറയാണ് അവരെ തെളിവില്ല എന്നുള്ളത്. അപ്പൊ അവരെ കാര്യം തെളിവുകളൊന്നുമില്ല. അതായത് അവർ വിശ്വസിക്കുന്ന ദൈവം ഇല്ല എന്ന വാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഏത്യസം എന്തെന്ന് അവർക്ക് അറിയില്ല. പലരുടെ വിചാരം ഏത്യസം എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നതല്ല, പകരം ഒരു വിശ്വാസത്തിൽ, ഒരു ഇസ്ലാമില് മുസ്ലിമായി ജീവിക്കുക, ഒരു ഹിന്ദുവായിട്ട് ജീവിക്കുക, അങ്ങനെ മതം സ്വീകരിക്കാതിരിക്കുന്നതിനെയാണ് ഏത്യസം എന്ന് പറയുന്നത് എന്നാണ് കുറെ ആളുകളുടെ വിചാരം. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം ഏറ്റവും ബേസിക് ആയ കാര്യം പോലും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതില് രസകരമായ കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ ഇവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരെ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യം ഇവര് യുക്തിവാദിയാവും, ആദ്യം വരെ നിരീശ്വരവാദിയായിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നോസ്റ്റിക് ആവും. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ തിങ്കർ ആവും. അങ്ങനെ 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 പരിണാമവാദക്കാരുടെ പരിണാമം നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് സ്വയമേ ഒരു നിലനിൽപ്പില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് അക്കാഡമിക്കലി എംപിരിക്കലി ഒരു കാര്യം പറഞ്ഞ് പ്രൂവ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാവാം ചിലപ്പോ സാധ്യതയുണ്ട്. കാരണം ഇവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവര് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സംശയമായി ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ളത്. പിന്നെ എന്തായി? എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ സഹോദരൻ, നിങ്ങൾ നിരീശ്വരവാദിയല്ല, നിങ്ങളെ ഈ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആഗ്നേയവാദമാണ്, അഗ്നോസ്റ്റിക് ആണ്. താങ്കൾക്ക് ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തന്നെ പറയും ഞാൻ ഫ്രീ തിങ്കറാ, ഞാൻ വോക്ക് ലിബറലാണ് എന്നൊക്കെ പറഞ്ഞയാളെ. അപ്പൊ ഇതാണ് അവരുടെ അവസ്ഥ. പിന്നെ ഇവർക്ക് നമ്മൾ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ചർച്ച കണ്ടേതോ ജുനൈദക്ക രാത്രിത്തെ? അല്ല, തെളിവിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ കാര്യം എന്താ അറിയോ? ചർച്ച കണ്ടിരുന്നു. തെളിവിലേക്ക് കടക്കുന്ന വേറെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇവര് കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഇവര് ചില സ്വപ്ന ലോകത്ത് ചില സ്വപ്നങ്ങള്, ചില ആശയങ്ങള്, ഇവർക്ക് കിട്ടിയ ചില സോഷ്യൽ മീഡിയ, അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസവുമായിട്ടൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവർ ആരോപിക്കുന്നു, ഇവർ വിചാരം മുസ്ലിങ്ങളെ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവർ ആരോപിച്ച് നടക്കുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളോട് യാതൊരു ബന്ധമല്ല, ഒരു ബന്ധമല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു. ദൈവത്തിന്റെ കാര്യം ഇപ്പൊ അള്ളാഹു ആരാണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള അറിവ് ഇവർക്കില്ല. ഓക്കെ, പക്ഷെ ഇവർ പറയുന്നത് എന്താ? ഇവര് ഞങ്ങളുടെ ദൈവവിശ്വാസികളല്ല എന്ന് പറഞ്ഞു നടക്കുകയും അതേ സമയത്ത് മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസികളായ ആളുകളെ കുറ്റം ആരോപിക്കുകയും അന്ധവിശ്വാസികൾ ആരോപിക്കുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ആ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് ബേസിക് നോളജ് പോലും ഇല്ല, ഡെഫിനേഷൻ പോലും ഇവർക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് പറയാം എന്താ പറഞ്ഞാൽ, അടുത്ത പ്രാവശ്യം ഏത്യസ്റ്റ് വരുമ്പോൾ എനിക്ക് പറയാനുള്ള സുഹൃത്തെ, നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഡെഫിനേഷൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വാ, എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു എന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തി കാണാൻ സാധിക്കും. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക, അള്ളാഹുവിനെ പറ്റി ചോദിക്കപ്പെട്ടാൽ പറയുക, അള്ളാഹു അവൻ ഏകനാണ്. ഓക്കെ, ഏകനാണ്, പരാശ്രയമുക്തനാണ്, ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ മകനായി ജനിച്ചിട്ടില്ല, ഒരാളും അള്ളാഹുവിന്റെ മകനായിട്ട് ജനിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു എറ്റേണലാണ്, സൃഷ്ടികളെ പോലെയുള്ള അല്ല. അഥവാ അള്ളാഹു എല്ലാത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന, യുണീക്ക് ആയിട്ട് നിൽക്കുന്നവൻ അള്ളാഹു.
അപ്പൊ യുണീക്ക് ആയിട്ടുള്ള, മനസ്സിലായി, യുണീക്ക് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ അള്ളാഹു വേറെ സൂറത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. റബ്ബുൽ അല്ലദീ ഔതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാത്തിനും സൃഷ്ടിക്കുകയും അതിന് അതിൻ്റെതായ രീതിയിൽ ഡിസൈൻ കൊടുക്കുകയും അതിന് അതിൻ്റെതായ രീതിയിലുള്ള ആ, എന്താ പറയാ, വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരും അവനാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, സൃഷ്ടാവായിട്ടുള്ള, പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള ഒരു ഹയർ ബീയിങ്ങിനെ, ഒരു ഹയർ അതോറിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു അൾട്ടിമേറ്റ് കോസിന് നമ്മൾ പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. നമ്മൾ അങ്ങനെ അള്ളാഹുവിനെ, അതാണ് നമ്മുടെ അള്ളാഹു. അല്ലാതെ ഇവർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൂപ്പർമാന്, ബാറ്റ്മാന് ഇതൊന്നുമല്ല. അപ്പൊ ഈ ആശയം ഇവരെ മനസ്സിൽ ഇപ്പൊ എന്താ അറിയും. ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് വന്ന ചർച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞത് അള്ളാഹു സർവ്വവ്യാപിയാണെന്നുള്ളത്. അള്ളാഹു ഫീ കുല്ലി മക്കൻ, അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാദം മുസ്ലിങ്ങൾക്ക് ഇല്ല. അത് ഹൈന്ദവ വിശ്വാസ വാദമാണ്. അപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് വാദമാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടെങ്കിലും സംസാരിക്കാൻ വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെന്താ അറിയോ, അവരെ കുറിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവേണ്ട കാര്യമാണ് ആരാണ് റബ്ബ് എന്നുള്ളത്, എന്താണ് റബ്ബ്. നമ്മൾ മുസ്ലിമീങ്ങള് ദൈവം എന്നുള്ള വാക്ക് പൊതുവെ ഉപയോഗിക്കാറില്ല. ദൈവം എന്നുള്ള വാക്ക് സത്യത്തില് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണെന്നുള്ളതാണ്. കാരണം അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു പ്ലൂറലാക്കി മാറ്റാൻ പറ്റും, പ്ലൂറലാക്കി മാറ്റാൻ പറ്റും, മാറ്റാൻ പറ്റുന്ന ഒരു വാക്കാണ്. ദിയോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാണ് ദേവ എന്നുള്ള, ദേവ തന്നെ പ്ലൂറലാണ്, അങ്ങനെ ഉള്ളൊരു വാക്കാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റബ്ബ് എന്താണ് റബ്ബ്? ഖാലിക്കായിട്ടുള്ള, സകലത്തിനെയും സൃഷ്ടിച്ചത്. റബ്ബുനല്ലദീ ആത കുല്ല ഷൈഇൻ, അല്ലേ? അവനാണ് സകലത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മഹദ, അവനാണ് അതിനൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഹിദായത്ത് കൊടുത്തിട്ടുള്ളത്, നേർമാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അവനാണ് ഫാത്തിരി സമാവാത്തി വൽ അർദ്, ഏറ്റവും മഹത്തരമായിട്ട്, ഏറ്റവും വളരെ മനോഹരമായിട്ട് എല്ലാത്തിനെയും വിധാനിച്ചിട്ടുള്ളത് അവനാണ്. എല്ലാത്തിനും റിസ്ക് കൊടുത്തിട്ടുള്ള അവനാണ്. നമുക്ക് വേണ്ടി ശ്വസിക്കേണ്ട ഓക്സിജൻ പ്രൊവിഷനാണ്, അല്ലെ? ഭക്ഷണം പ്രൊവിഷനാണ്. ഓരോ അണുവിനുമുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് ആരാണോ അവനെയാണ് നമ്മൾ റബ്ബ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവനാണ് എന്ത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവൻ എന്തില്ല, അവന് മരണമില്ലാത്തവനാണ്. എന്നും ഹയ്യിലുള്ളവനാണ്, എന്നും ജീവിച്ചിരിക്കുന്ന, മരണമില്ലാത്ത റബ്ബിലാണ് നമ്മൾ, അന്ത്യമില്ലാത്ത റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവരോട് ആരോപിക്കാനുള്ള യുക്തിരാഹിത്യം എന്താണെന്നറിയോ? ഇവര് ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ഇവർക്ക് തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ തെളിവുകൾ മനസ്സിലാക്കാനുള്ള ശേഷി ഇവരില്ല. കാരണം ഇവർ ചിന്തിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, ലൈലി വന്നഹാർ, രാവും പകലും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ രാത്രിയും പകലും എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ കാര്യത്തിനും നമുക്ക് ദുനിയാവിൽ ഉള്ള എല്ലാ വിഷയത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യില്ല, പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യുക്തിയില്ലാത്ത യുക്തിവാദികളായതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും എന്നുള്ളത്. അതെങ്ങനെയാണ് അള്ളാഹു അതിനെ വിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഫാത്തിരി സമാവാത്തി വല്ലറുള്ളായിട്ടുള്ള ആകാശ ഭൂമികളെ വിധാനിച്ച റബ്ബി എങ്ങനെ അതിനെ കൃത്യമായി വിധാനിച്ചു, എങ്ങനെ ഭൂമി കറക്റ്റായി ഒരു പൊസിഷനിലെത്തി, ഇവിടെ ജീവൻ ഉണ്ടാവാൻ മാത്രമുള്ള, ജീവന് സാധ്യമാകാൻ പറ്റുന്ന, ജീവന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി, അതെങ്ങനെ ഇവിടെ രൂപാന്തരപ്പെട്ടു. ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ എന്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല. ഇതൊക്കെ കണ്ടിട്ടും, ഇത്ര കോംപ്ലക്സ് ആയ ജീവൻ ഇവിടെ ഉണ്ടായിട്ടും, ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ്, ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങള്, ഇത്ര അധികം കാര്യങ്ങൾ വളരെ പ്ലാനഡ് ആയിട്ടുള്ള രീതിയിൽ കണ്ടിട്ടും അവർക്ക് ഇതിന്റെ ബാക്കിൽ ഒരു ഇന്റലിജന്റ് ക്രിയേറ്റർ ഉണ്ടെന്ന്, ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? വളരെ സിമ്പിൾ ആണ് ഉത്തരം, അവർക്ക് യുക്തിയില്ല. പിന്നെ ചില ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ചിട്ടുണ്ട്, വഅലാ സംഹിം, അവരുടെ ചെവിയിൽ അള്ളാഹു സീൽ വെച്ചിട്ടുണ്ട്, വഅലാ അബ്സാരിഹിം ഇശാവ, അവരുടെ കണ്ണുകളിൽ അള്ളാഹു സീൽ വെച്ചിട്ടുണ്ട്, വലഹും അദാബുൻ അലീം, അവർക്കാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷയുള്ളത്. കാരണം അവർ കണ്ണുണ്ടായിട്ടും കാണാത്തവരാണ്, അവർ ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവരാണ്, അവർ ബുദ്ധി ഉണ്ടായിട്ടും ചിന്തിക്കാത്തവരാണ്. അതാണ് അവരുടെ പ്രശ്നം, അല്ലെ? അവരുടെ ഹൃദയത്തിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. അപ്പൊ ഇതിന് വേറൊരു ആയത്തിലേക്ക് പരിചയപ്പെടുത്താനുള്ളത്, അള്ളാഹു സുഹൃത്ത് ബക്കറിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക?
നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം നിങ്ങളൊരു മെറ്റീരിയൽ മാത്രമായിരുന്നു. നിങ്ങൾക്ക് ലൈഫില്ലായിരുന്നു. നിങ്ങൾ നിർജീവമായിട്ടുള്ള ഒരു ആറ്റങ്ങൾ മാത്രമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകി. ഒന്ന് ആലോചിച്ച് നോക്കുക. ബുദ്ധികൾ ചിന്തിക്കാൻ പറയാം അള്ളാഹു. ഒന്നുമില്ലാത്ത ആ ഒരു മെറ്റീരിയൽ അവസ്ഥയിൽ നിന്ന് അള്ളാഹു അതെ 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 ജീവൻ നൽകി എന്ന് അള്ളാഹു പറയുന്നു. പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, ചെയ്യുന്നു. പിന്നീട് അവങ്കലിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു കൃത്യം പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്, യൂണിവേഴ്സിലേക്ക് നോക്കിയിട്ട് ഇതിനെ കണ്ടിട്ട് ഒരു മനുഷ്യന്, ഒരു സൃഷ്ടാവിൽ ഒരു ഇന്റലിജന്റ് ബിഹേവിയർ ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലോജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ബുദ്ധിപരമായിട്ട് തലക്കകത്തുള്ള തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വെറുതെ വെച്ചേക്കാനല്ല അവിടെ, ഇതവിടെ വെറുതെ വെച്ചേക്കാണോ? ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഇല്ലാന്ന് പറയാൻ പറ്റുന്നത്? അവന്റെ യുക്തിരാഹിത്യത്തെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അല്ലേ? അതെ 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 ഇതെല്ലാം കണ്ടിട്ടും വളരെ കുറച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്കേ പറയാൻ പറ്റൂ. ഉറ്റാലോചിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തോന്നും. ഉറ്റ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പറയാൻ സാധ്യത ഇല്ലാത്ത വാക്കാണ് എന്ത്? ഈ മനോഹരമായ പ്രപഞ്ചത്തിന് ഇത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള, ഇത്രയധികം മനോഹരമായിട്ട് അതിനെ വിധാനിച്ച ഒരു റബ്ബില്ല, അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ക്രിയേറ്റർ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ പോരെ, അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം, കണ്ണിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ കേൾക്കുന്നു, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ സെൻസ് ചെയ്യുന്നു കാര്യങ്ങളെ, നമ്മൾ ടച്ച് ചെയ്താൽ എങ്ങനെ നമ്മളത് അറിയുന്നു, അതിനെങ്ങനെയാണ് വിധാനിച്ചിട്ടുള്ളത്? ഇത് ആലോചിച്ച പോരെ? ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും ഇതൊക്കെ വിധാനിച്ച ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഇതിന്റെ ബാക്കിലുണ്ട് എന്നുള്ളത്. ആ ഡിസൈനറിലേക്ക് നോക്കാനാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള നമ്മൾ പറയുന്നത്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ജുനൈദിക്ക, ലോകത്ത് ഒരു നബിയും ഒരു മലക്കും ഒരു റസൂലും വന്നിട്ടില്ല എന്ത് പറയാൻ വേണ്ടിയിട്ട്? അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാ റബ്ബ ഇല്ലല്ലാ എന്ന് പറയാൻ, ലാ ഖാലിക ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നബിയും വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വലക്കദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തുകളിലേക്കും ഞാൻ റസൂലുമാരെ അയച്ചിട്ടുള്ളത് എന്തിനാണ്? അനിഉബ്ദുല്ലാ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാനാണ്. വജ്തനിബു താഗൂത്ത്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് വഴിപെട്ട് കൊടുക്കുന്ന താഗൂത്തുകളായിട്ടുള്ള ദുർമൂർത്തികളിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്, അതിന് അകന്ന് നിൽക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇതാണ് ഈ പറഞ്ഞ കാരണം. എന്താണ്? മനുഷ്യന്റെ സ്വാഭാവികതയാണ്, അവൻ യുക്തിയുള്ളവനാണ്, ബുദ്ധി ഉപയോഗിക്കുന്നവനാണ്, അവന് ഇതിന്റെ ഈ ചന്ദ്രനും ഈ ഭൂമിയും അതിലുള്ള കാര്യങ്ങളും ശരീരവും ജീവവർഗവും ജീവജാലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്നും ഇത് ഒക്കെ വളരെ വ്യക്തമായി കൃത്യമായി വിധാനിക്കപ്പെട്ടതാണെന്ന് മനുഷ്യന് മനസ്സിലാവും. ആ മനസ്സിലാവാത്ത അവസ്ഥ വരുമ്പോ അത് യുക്തിരാഹിത്യമാണ്. അങ്ങനെയുള്ള ആളുകൾ അടക്കം സത്യത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ആരാധ്യരെ സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അറൈത മൻ ഇത്തഖദ ഇലാഹുഹു ഹവ, അവരവരുടെ സ്വന്തം ദേഹേച്ഛ ഇലാഹാക്കിന്ന്. അപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ ദേഹേച്ഛയാണ് എന്ത്? മൃഗങ്ങളെ ആരാധിക്കണം, എലിയെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, പോത്തിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, പശുവിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ദേഹേച്ഛയാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ലിംഗത്തെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഷെയ്ഖ് സ്വാലി അൽ ഫൗസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിലാദില് നമ്മൾ നിൽക്കുന്ന ഈ നാട്ടിലെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മൃഗം മുതൽ മനുഷ്യന്റെ ലിംഗം, ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം വരെ ആരാധിക്കുന്ന ആളുകളുണ്ടെന്ന്. അത് അവരുടെ ദേഹേച്ഛയാണ്, അവർക്ക് തോന്നുകയാണ് അതിനാണ് ഇത് കിട്ടുകയെന്ന്. അതുപോലെ ഇവർക്ക് ദേഹേച്ഛയാണെന്ത്? ഇവർക്ക് തോന്നുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോവുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് അതിനുള്ള ആരാധനയാണ്. ഇവരുടെ ദേഹേച്ഛയെ ഇലാഹാക്കി. അതിന് പകരം എന്താണ് യഥാർത്ഥ വിമോചനം? ഇസ്ലാം എടുക്കുന്ന വിമോചനത്തിലേക്കാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസറുണ്ട്, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വളരെ മഹത്വവൽക്കരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അടിമമോചനം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ജുനൈദ്, അല്ലെ? ഈ അടിമമോചനത്തിന് വളരെയധികം പ്രതിഫലാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അടിമമോചനം എന്ന് പറയുന്നത്. ഒരാൾ ഒരു ഉറുക്ക് കൊണ്ട്, ഒരു ഏലസ് കൊണ്ട് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് മോചിപ്പിച്ച, അതായത് ഒരു ഉറുക്ക് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബിയുടെ
കമ്പാനിയനായിട്ടുള്ള ഒപ്പമുണ്ട് സഹചാരിയായിട്ടുള്ള ഒരു വ്യക്തി പറയാൻ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ആ വ്യക്തിക്ക് കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ഒരു ഉറുക്കിൽ നിന്ന് ഒരു കെട്ടിൽ നിന്ന് ഒരു 50 പൈസയുടെ കെട്ടാണ് അല്ലെങ്കിൽ ആ ഒരു വളയമാണ് അയാൾക്ക് വേണ്ട നന്മയും തിന്മയും കൊണ്ടുവരുന്നതെന്നാണ് അയാൾ വിചാരിക്കുന്നത്, അല്ലേ? അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതെന്ന്, അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് സംരക്ഷിക്കുന്നതെന്നാണ് അയാൾ വിചാരിക്കുന്നത്, എന്തെങ്കിലും പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ഈ 50 പൈസയുടെ കെട്ടുന്ന അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് യഥാർത്ഥത്തിൽ സൃഷ്ടാവിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് വിമോചനം ഉണ്ടാവുന്നത്. കാരണം നമ്മൾ എല്ലാ കെട്ടുകളും പൊട്ടിച്ചിട്ട് നമ്മള് വിഗ്രഹങ്ങളിൽ നിന്നും ഉറുക്കുകളിൽ നിന്നും ഒക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? യഥാർത്ഥമായ റബ്ബിലേക്ക് തിരിയാണ്. നമ്മളെ പ്രപഞ്ചം സൃഷ്ടിച്ച ആകാശഭൂമികളെ വിധാനിച്ചിട്ടുള്ള റബ്ബിലേക്ക്. ഞാൻ നിർത്തിയാണ്. ജുനൈദൊക്കെ പറയാം. അതെ, ഇവിടെ ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇതെല്ലാം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നീടും എന്തുകൊണ്ട് ഇത്തരം ആളുകൾ ആ ഒരു പ്രപഞ്ചം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു CNC മെഷീൻ അങ്ങനെയുള്ള കമ്പനികളിൽ മെഷീൻ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറന്റ്. അപ്പൊ നമ്മളവിടെ കമ്പനിയിൽ ഒരു കോഡിങ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് എന്ന് പറയുന്നത് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള സീക്വൻസ് ഉണ്ട്, സിന്റക്സ് ഉണ്ട്. ആ കോഡ് ഒരു പർപ്പസ് ഉണ്ട്. ഇതിനേക്കാൾ എത്രയോ ശക്തമായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യം ഈ കോഡ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമറിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ ആ കോഡ് ടൈപ്പ് ചെയ്യണം, ഞാൻ ഒരു പ്രോഗ്രാമർ ആയിട്ട്. നേരെ മറിച്ച് ഇതിനേക്കാൾ എത്രയോ ബൃഹത്തായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മളെ DNA-ക്കകത്ത് കാണാൻ സാധിക്കും, അല്ലെ? ഇതിന്റെ കൃത്യമായിട്ടുള്ള ക്രോഡീകരണം വഴി കൃത്യമായിട്ടുള്ള കോഡ് കാണാൻ സാധിക്കും. ഈ കോഡുകളെല്ലാം തനിയെ ഉണ്ടായതാണ്. ഇതെല്ലാം ഈ സിന്റക്സ്, ഈ പറഞ്ഞ കോഡും ഇതെല്ലാം ഒരു പർപ്പസ് ഉള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തനിയെ ഉണ്ടായതാണെന്നുള്ളത് എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുക? ബുദ്ധിയുള്ള മനുഷ്യനെ കൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വീണ്ടും പറയാം, ബുദ്ധിയുള്ള മനുഷ്യനെ കൊണ്ട് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? നിങ്ങളുടെ ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് 2 കാരണമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അഹങ്കാരികളാണെങ്കിൽ അള്ളാഹു പറഞ്ഞ കാണാൻ സാധിക്കും. സൂറത്ത് അലക്കിൽ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും. സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കൂ. അള്ളാഹു പറയാണ്. അത് മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെ, നമ്മളെ എല്ലാ മനുഷ്യന്മാരെ അള്ളാഹു ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അവൻ പേന കൊണ്ട് പഠിപ്പിച്ചു, അവൻ മനുഷ്യൻ അറിയാത്തവൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീർന്നിരിക്കുന്നു, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു പറയാണ്, നിങ്ങൾ ഭ്രൂണമായ ഒരു അവസ്ഥയിലായിരുന്നു, ഒരു ഭ്രൂണമായിട്ട്. അതിനുമുമ്പ് ഒരു സ്പേം, അതിനുമുമ്പ് ഒരു മെറ്റീരിയൽ ആയിരുന്നു. നേരത്തെ ഞാൻ ആയത്ത് വായിച്ചിരുന്നു, ഒരു മെറ്റീരിയൽ ആയിരുന്നു, പിന്നെ ഭ്രൂണമായിട്ട് മാറി. ആ ഭ്രൂണാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്ക് ജീവൻ നൽകിയിട്ട് നമ്മൾ പുറത്തോട്ട് വന്ന് ജനിച്ച സമയത്ത് നമുക്ക് തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മാന്റെ പാല് കുടിക്കുന്നുണ്ട്. വയറിന്റെ അകത്ത് നമ്മൾ സുരക്ഷിതമായി കിടക്കുകയാണ്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് പുറത്തോട്ട് വന്ന് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 10-20 വയസ്സ് 15 വയസ്സൊക്കെ ആയപ്പോൾ കുറച്ച് രവിചന്ദ്രന്റെയും കുറച്ച് ഈ മണ്ടന്മാരെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണ്. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ മറന്നുപോയി. ഇതെല്ലാം ഇതിനു മുമ്പ് നടന്ന് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ എവിടെ നിന്ന് വന്നു നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കാരണം എന്താ, എങ്ങനെയാണ് മനുഷ്യരെ കൊണ്ട് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാ. എന്നിട്ട് മനുഷ്യൻ പറയുന്ന സ്വയം പര്യാപ്തന, ഞാൻ ഒറ്റയ്ക്ക് മതി, എന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരാൾ ആവശ്യമില്ല, എന്റെ പ്രപഞ്ച സൃഷ്ടി, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ, ഇതൊന്നും ഒരാളും ചെയ്തതല്ല, അതല്ല തനിയെ പൊട്ടിമുളച്ചതുണ്ടായതാന്നുള്ള ധിക്കാരപരമായിട്ടുള്ള കാര്യം. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ധിക്കാരിയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ധിക്കാരപരമായ കാര്യമാണത്. സൃഷ്ടാവിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ധിക്കാരികൾ ചെയ്യുന്ന കാര്യം. ബുദ്ധി ഇല്ലാത്ത ഒരാളുകളാണ് ധിക്കാരികളായിട്ട് മാറുള്ളൂ. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ധിക്കാരിയായിട്ട് മാറില്ല. നിങ്ങൾ മനസ്സിലാക്കുക അത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താ, നിങ്ങളെ ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് സൃഷ്ടാവായിട്ടുള്ള, പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനായിട്ടുള്ള, ഏകനായിട്ടുള്ള, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള, എറ്റേണൽ ആയിട്ടുള്ള അൾട്ടിമേറ്റ് അതോറിറ്റിനെ, അൾട്ടിമേറ്റ് കോസിനോട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. നിങ്ങൾ അവരോട് മാത്രമേ നിങ്ങളുടെ അടിമത്തം വെക്കാവൂ. നിങ്ങൾ ഒരാളുടെ വാക്കുകൾ കേൾക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ചിട്ടയോടെ കൊണ്ടുപോകണമെങ്കിൽ ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ അയച്ച പ്രവാചകന്മാരെ അനുസരിക്കുക, ഖുർആൻ ആയത്തുകൾ വചനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ
പ്രവാചകന്മാര് പഠിപ്പിച്ച കാര്യം അനുസരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ സ്വന്തമായി ചിന്തിച്ചുണ്ടാക്കിയിട്ട് ഇതെല്ലാം തനിയെ പൊട്ടിമുളച്ചുണ്ടാക്കി മാജിക്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ്, ഏത്യസ്റ്റുകൾ എപ്പോഴും മാജിക് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ മാജിക് മാറ്റി വെക്കും മക്കളെ, മാജിക് പോട്ടെ. ഈ കണ്ണ്, ഈ കാഴ്ച, ഈ ബുദ്ധി, ഇതെല്ലാം പൊട്ടിമുളച്ചുണ്ടായി തനിയെ ഉണ്ടായി എത്ര കാലം പറഞ്ഞു നടക്കാൻ പറ്റും? എത്ര കാലം പറഞ്ഞു നടക്കാൻ പറ്റും? മാജിക് മാറ്റി വെച്ചിട്ട് ലോജിക്കിന്റെ കാലത്തേക്ക് പോവാ, ലോജിക്കിന്റെ അകത്തേക്ക് പോവാ, ബുദ്ധിയുടെ അകത്തേക്ക് പോവാ. അള്ളാഹ് പറഞ്ഞു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ആകാശങ്ങളിലും ചന്ദ്രനിലും സൂര്യനിലും രാപ്പകലുകളുടെ മാറ്റങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കാത്തവർക്ക് ഒന്നും കിട്ടൂല, ചിന്തിക്കാത്തവരൊന്നും കിട്ടൂല. എനിക്ക് പറയാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങളെ ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. നിങ്ങൾ അതിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവും, അപ്പം കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കാൻ പഠിക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാനില്ല, ഓൾറെഡി നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലോ. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.